എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ഞാൻ ഇന്ന് ഡിഗ്രി പ്രിലിംസുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വെതറിങ് ആൻഡ് ഇറോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ള മെയ് 2-നാണ് നമുക്ക് പ്രിലിംസ് വരുന്നത്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചലഞ്ചർ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ, ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നമുക്ക് കുറെ യൂട്യൂബ് ചാനലിൽ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ വരുന്നുണ്ട്. അത് തന്നെ അത് നമുക്ക് ഫോളോ ചെയ്യാം. അതിനൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട്, അതുപോലെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ 5 മണി മുതൽ 11 മണി വരെയുള്ള ആ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ക്ലാസ് നിങ്ങൾ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇറോഷൻ ആൻഡ് വെതറിങ്, അപക്ഷയം അപരദനം എന്താണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മളെ ജോഗ്രഫി ബേസ്ഡ് ആണ് കേട്ടോ. ഇത് നോക്കിയേ, വിവിധ പ്രകൃതി പ്രക്രിയകൾ മുഖേന ഭൗമോപരിതലത്തിലെ ഉയർന്ന പ്രദേശങ്ങളുടെ ഉയരം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നതും നിരപ്പാക്കിക്കൊണ്ട് വരുന്നതുമായ പ്രക്രിയയാണ് നിമ്നീകരണം എന്ന് പറയുന്നത്. എന്താണ് നിമ്നീകരണം എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് നിമ്നീകരണം? എന്താണ് നോക്കിയേ, എന്താണ് വിവിധ പ്രകൃതി പ്രക്രിയകൾ എന്താണ്? വിവിധ പ്രകൃതി പ്രക്രിയകൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്കറിയാം തിരമാലകളാകാം, അതുപോലെ തന്നെ കാറ്റ്, ഹിമാനികള്, വേലിയേറ്റം, വേലിയിറക്കം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? ആ ബാഹ്യശക്തി, ഇത്തരത്തിലുള്ള ബാഹ്യശക്തികളുടെ പ്രേരണയാൽ നമ്മുടെ ഭൗമോപരിതലത്തില്, ഭൂമിയുടെ സർഫസില് പലതരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്രക്രിയ, അതായത് നിമ്നീകരണം എന്ന് പറയുന്നത് വിവിധ പ്രകൃതി പ്രത്യേകതകൾ മുഖേന ഭൗമോപരിതലത്തിലെ ഉയർന്ന പ്രദേശങ്ങളുടെ ഉയരം കുറയ്ക്കുന്നതും അതുപോലെ തന്നെ നിരപ്പാക്കി കൊണ്ടുവരുന്നതുമായിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രക്രിയയാണ് നിമ്നീകരണം എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, പ്രധാനപ്പെട്ട നിമ്നീകരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണത്? അപക്ഷയം, വെതറിങ് അഥവാ അപരദനം, ഇറോഷൻ ആണ് കേട്ടോ. ഇത് രണ്ടുമാണ് ഈ നിമ്നീകരണ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ എന്താണ് അപക്ഷയം, അപരദനം. ഇനി എന്താണ് ഈ അപക്ഷയം, അപരദനം എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, എന്താണ് വെതറിങ്? കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അപക്ഷയം സംഭവിക്കുന്നത്. എന്താണ്? കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ്, പരിണിത ഫലമല്ല, ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് വെതറിങ് അഥവാ അപക്ഷയം എന്ന് പറയുന്നത്. ഇത് നോക്കി, അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായിട്ടും ഭൗതികപരമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്താണ് അപക്ഷയം? വെതറിങ്ങിന് ഏത് തരത്തിലുള്ള രാസപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള, കെമിക്കലും ഫിസിക്കലായിട്ടുമുള്ള ചേഞ്ചസ് എവിടെ സംഭവിക്കുന്നുണ്ട്? വെതറിങ്ങിൽ സംഭവിക്കുന്നുണ്ട്. നോക്കിയേ, അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാറുണ്ട് എന്ന് നോക്കിയേ. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു, അതുപോലെ തന്നെ ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, അതുപോലെ തന്നെ അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. അപക്ഷയം എന്ത് ചെയ്യുന്നു? മണ്ണിന്റെ രൂപീകരണത്തിനും കാരണമാകുന്നു. അപ്പോൾ എന്താണ് അപക്ഷയം? എന്താണ് നിമ്നീകരണം? നിമ്നീകരണം പഠിക്കുമ്പോൾ അതിലൂടെ നമ്മൾ പഠിക്കുന്നത് അപക്ഷയം, അതുപോലെ തന്നെ അപരദനം, വെതറിങ്, ഇറോഷൻ. ഇനി എന്താണ് ഇറോഷൻ? എന്താണ് വെതറിങ്? കാലാന്തരത്തിൽ ശിലകൾ അഥവാ റോക്സ് പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത്. ഏത് പ്രക്രിയ? അപക്ഷയം, വെതറിങ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്? കെമിക്കലും ഫിസിക്കലുമായിട്ടുള്ള മാറ്റങ്ങൾ എവിടെ സംഭവിക്കാറുണ്ട്? ഈ വെതറിങ്ങില് സംഭവിക്കാറുണ്ട്. ഇത് നോക്കിയേ, അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ ഏതെല്ലാം വിധത്തിലാണ് സഹായിക്കാറുണ്ട്? ഏതൊക്കെ വിധത്തിൽ സഹായിക്കാറുണ്ട്? ശിലകളിലെ ധാതുക്കളെ വേർതിരിക്കാൻ, അതുപോലെ തന്നെ ഖനന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അതായത് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ സഹായിക്കുന്നത് ഏതൊക്കെ വിധത്തിലാണ് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ,
എന്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും അധികം വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണത്? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നോക്കിയേ, അപക്ഷയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഏതൊക്കെയാണ് അപക്ഷയെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്? ശിലകളുടെ സവിശേഷതകൾ നോക്കിയേ, ഏതൊക്കെയാന്ന് നോക്കിയേ. അപ്പം അപക്ഷയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിനകത്ത് ശിലകളുടെ സവിശേഷതകൾ നോക്കിയേ. കാലാവസ്ഥ, പ്രദേശത്തിന്റെ കിടപ്പ്, അതായത് ഭൂപ്രകൃതി, സസ്യാവരണം, പ്രാദേശിക അപരദനത്തിന്റെ തോത്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, സമയ ദൈർഘ്യം, ഇതൊക്കെ എന്താണ്? ശിലകളുടെ സവിശേഷതകളാണ് കേട്ടോ. അപ്പം ഈ സവിശേഷതകൾ അനുസരിച്ച് നമ്മുടെ ശിലകൾ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് അറിയാം. അപക്ഷയത്തില് ജൈവിക അപക്ഷയം, രാസിക അപക്ഷയം, അതുപോലെ തന്നെ ഭൗതിക അപക്ഷയം എന്നിങ്ങനെ 3 തരത്തിലുള്ള തിരിവുകളുണ്ട് കേട്ടോ. അപ്പോ ഏതൊക്കെ അപക്ഷയങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം അല്ലെ? അപ്പൊ എന്താണ് നോക്കിയേ. ഭൗതിക അപക്ഷയം അഥവാ ഫിസിക്കൽ അഥവാ മെക്കാനിക്കൽ വെതറിംഗ് ആണ്. ഫിസിക്കൽ വെതറിംഗ് ആണ് എന്ത്? ഫിസിക്കൽ വെതറിംഗ് ആണ് ഏത്? ഭൗതിക അപക്ഷയം. ഫിസിക്കൽ വെതറിംഗ്. അതുപോലെ തന്നെ എന്താണ് രാസിക അപക്ഷയം? എന്താണത്? കെമിക്കൽ വെതറിംഗ് ആണ് അല്ലെ? കെമിക്കൽ വെതറിംഗ്. പിന്നെ ജൈവിക അപക്ഷയം എന്താണത്? ബയോളജിക്കൽ വെതറിംഗ് ആണ് കേട്ടോ. ബയോളജിക്കൽ വെതറിംഗ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? അപക്ഷയങ്ങൾ. ബയോളജിക്കൽ വെതറിംഗ്. അപ്പം അപക്ഷയങ്ങൾ: ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. അപ്പൊ നമ്മുടെ ഫിസിക്കൽ വെതറിങ്ങിനെ എന്താണ്? മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയും. മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയും കേട്ടോ. അപ്പം എന്താണ് ഫിസിക്കൽ വെതറിംഗ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, അതുപോലെ തന്നെ ബയോളജിക്കൽ വെതറിംഗ്. അപ്പൊ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്താണ് അപരദനം? അപ്പൊ നമ്മൾ അപക്ഷയം പറഞ്ഞു അല്ലെ? അപക്ഷയം നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് അപരദനം? കാലാന്തരത്തിൽ ശിലകൾ എന്താണ് വിഘടിക്കുകയും പൊട്ടിപ്പൊടിയുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? വെതറിംഗ് സംഭവിക്കുന്നത്, അപക്ഷയം സംഭവിക്കുന്നത്. അപ്പം എന്താണ് അപരദനം? എന്താണ് ഇറോഷൻ? എന്താണ് ഇറോഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത്? ഭൗമവസ്തുക്കൾ ഭൗമോപരിതലത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? അപരദനം എന്ന് പറയുന്നത്. ഇറോഷൻ എന്നൊക്കെ പറയുമ്പോൾ സോയിൽ ഇറോഷൻ എന്നൊക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ എന്താണ് ഭൗമവസ്തുക്കൾ ഭൗമോപരിതലത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അടർത്തി മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? അപക്ഷയം എന്ന് പറയുന്നത്. അപരദനം എന്താണ്? കാലാന്തരത്തിൽ എന്ത് ചെയ്യുന്നു? വർഷങ്ങളോളം എന്ത് ചെയ്യുന്നു? ശിലകൾ പൊട്ടിപ്പൊടിയുകയും അതുപോലെ തന്നെ വിഘടിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അപക്ഷയം വെതറിംഗ് സംഭവിക്കുന്നത്. അതേസമയം അപരദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്ത് പ്രവർത്തനമാണ് സംഭവിക്കുന്നത്? ഭൗമവസ്തുക്കൾ ഭൗമോപരിതലത്തിൽ എർത്ത് സർഫസിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? അപരദനം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഉപരിതലത്തിൽ നിന്നും വേർപെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ജലം, കാറ്റ് മുതലായ പ്രകൃതി മാധ്യമങ്ങളുടെ സഹായത്താൽ ഇവ മറ്റു പ്രദേശങ്ങളിലേക്ക് സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നു. അപരദനം പ്രവർത്തനം ഫലവത്തായി നടത്തുന്നതിൽ അപരദനം ഈ ഒരു ഇറോഷൻ പ്രക്രിയ നടക്കുന്നതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു എന്താണ് മാധ്യമമാണ് എന്ത്? അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായി എന്താണ്? അല്ലെ എർത്ത് സർഫസിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജലമാണ് കേട്ടോ. ജലമാണ്. അതായത് അപരദന പ്രവർത്തനം ഫലവത്തായി നടത്തുന്നതിൽ ജലം പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിക്കുന്നുണ്ട്, ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നോക്കിയേ, അപരദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിക്കുന്നു? 2 ആയിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കിയേ. നിഷ്ക്രിയ അപരദന കാരകങ്ങൾ. എന്താണ്? പാസീവ് ഏജന്റ്സ് ഓഫ് ഇറോഷന് എക്സാമ്പിൾ ആണ് ഭൂഗുരുത്വം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം എന്താണ് നിഷ്ക്രിയ അപരദന കാരകങ്ങൾ. എന്താണ്? പാസീവ് ഏജന്റ് ഓഫ് ഇറോഷൻ. അപ്പം എന്താണ്? അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? ഭൂഗുരുത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? സക്രിയ അപരദന കാരകങ്ങൾ. ഇവിടെ എന്താണ്? ഇത് ആക്റ്റീവ് ഏജന്റ് ഓഫ് ഇറോഷൻ ആണ്. ഇവിടെ എന്താണ്? ഇവിടെ
മാറ്റങ്ങള് ഏത് രീതിയിലാണ് സംഭവിക്കുന്നത്? വലിയ തോതിലുള്ള ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. എന്നാൽ നിഷ്ക്രിയമായെടുത്ത് പേരിതുപോലെ തന്നെ അവിടെ എന്താണ്? അവിടെ പാസീവ് ആണ്. അവിടെ വലിയ തോതിൽ എന്താണ്? എന്തിന്റെ ഫലമായിട്ട്? ഭൂഗുരുത്വമാണ്. ഭൂഗുരുത്വത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ അപരദനം സംഭവിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, സക്രിയ അപരദന കാരകങ്ങൾ, അതായത് പാസീവ് ഏജന്റ് ഓഫ് ഇറോഷനിൽ ഏതൊക്കെയാ നോക്കിയേ? ഒഴുകുന്ന ജലം, തിരമാലകള്, മഴത്തുള്ളികള്, അതായത് മഴത്തുള്ളി, ഹിമാനികള്, ഇതൊക്കെ എന്നാണല്ലോ വേലിയേറ്റം, വേലിയിറക്കം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇതെന്താണ്? ഏതിനകത്ത് വരുന്നതാണ്? ഇതെല്ലാം എന്താണ്? അതായത് ഭൗമോപരിതലത്തിലെ എന്താണ്? ബാഹ്യ ശക്തികളാണ് അല്ലെ ഇതെല്ലാം. എന്തിനു വേണ്ടിയിട്ടുള്ള? ഭൂമിയുടെ ഉപരിതലത്തില് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ള ബാഹ്യ ശക്തികളാണ് ഏതൊക്കെ എന്ന് പറയുന്നത്? മഴ, അതുപോലെ തന്നെ ഹിമാനികള്, വേലിയേറ്റം, വേലിയിറക്കം, തിരമാലകള്, ഇതെല്ലാം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂമിയുടെ ബാഹ്യ ശക്തികളാണ്. ഈ ശക്തികൾ എന്തിന് കാരണമാകുന്നു? അപരദനത്തിന് കാരണമാകുന്നു. ഇതിനെയാണ് എന്ത്? സക്രിയ കാരകങ്ങൾ, അപരദന കാരകങ്ങൾ, അത് പാസീവ് ഏജന്റ് ഓഫ് ഇറോഷൻ. കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ 2 പോയിന്റ്. നോക്കിയേ, പെഡോളജി എന്താണ്? മണ്ണുശാസ്ത്രം, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏത്? പെഡോളജി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? പെഡോളജിസ്റ്റ് എന്താണ്? മണ്ണു ശാസ്ത്രജ്ഞനാണ് എന്ത്? പെഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് ഏത് ഇയർ ആണ്? അത് 2015 ആണ് കേട്ടോ. ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് 2015 ആണ് കേട്ടോ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു വെതറിങ് ആൻഡ് ഇറോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മള് അപരദനവും അപക്ഷയവും എന്താണെന്ന് നോക്കി. പെഡോളജിസ്റ്റ് എന്താണ്? പെഡോളജി എന്ന് പറയുന്നത് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയും, അതുപോലെ തന്നെ എന്താണ്? പെഡോളജിസ്റ്റ് എന്താണ്? അത് പഠിപ്പിക്കുന്നത്, ആ പഠനം നടത്തുന്ന മണ്ണ് ശാസ്ത്രജ്ഞന്മാരെ പറയുന്ന പേരാണ് എന്ത്? പെഡോളജിസ്റ്റ് എന്ന് പറയുന്നതും. അപ്പോ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഇനി നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിനി ഡേറ്റ് വന്നു, 50-51 ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ആ ഡേയ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ നിരന്തരം കാണുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് കമന്റ് ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ്, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കമന്റിലൂടെ പറയാനാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സുകൾ കൃത്യമായിട്ട് ടെലഗ്രാം പേജിൽ വരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് സമയം പോലെ എടുത്തു വെച്ച് പഠിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നൽകുന്നത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്